CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ ആരാധ്യനായ ജനനായകനും മുഖ്യമന്ത്രിയുമായ സഖാവ് പിണറായി വിജയൻ നിങ്ങളുടെ അഭിസംബോധനയിൽ സംസാരിക്കും. അതിനുവേണ്ടി സഖാവിനെ ക്ഷണിക്കുക. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ദീർഘമേറിയൊരു പ്രസംഗത്തിലേക്ക് കടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് പ്രധാന പ്രസംഗങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചില നേതാക്കൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ അതിനെല്ലാം സമയം വളരെ ദീർഘമായി എടുക്കുന്നത് പ്രയാസമാകും എന്ന തിരിച്ചറിവോടെയാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. സഖാവ് പ്രകാശ് കാരാട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തു നിന്നാണ് എനിക്ക് തുടങ്ങാനുള്ളത്. നമ്മുടെ സംസ്ഥാന സമ്മേളനത്തെക്കുറിച്ച് രണ്ട് സഖാക്കളും പറഞ്ഞ കാര്യങ്ങൾ നാടിൻ്റെ പൊതുവായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഏറ്റവും വിജയകരമായി സമാപിച്ച ഒരു പാർട്ടി സമ്മേളനമാണിത്. നമ്മുടെ പാർട്ടിയുടെ യാത്രയിൽ എത്രമാത്രം കരുത്ത് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു എന്നതാണ് ഈ സമ്മേളനം കാണിക്കുന്നത്. കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു സംസാരിക്കുന്നത്. കൊല്ലത്ത് നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം പുരോഗമിക്കുകയാണ്. PB കോർപ്പറേറ്റ് പ്രകാശ് കാരാട്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. തീർച്ചയായും നല്ല ഫലം അതിനുണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കഴിഞ്ഞ സമ്മേളനം 3 വർഷം മുൻപ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ചേർന്നപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് LDFൻ്റെ തുടർഭരണം വന്നു കഴിഞ്ഞ ഘട്ടമായിരുന്നു. ആ തുടർഭരണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ നവകേരളം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചാണ് നാം പ്രധാനമായി ചർച്ച ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഒരു നവകേരള കാഴ്ചപ്പാട് ഉൾക്കൊള്ളുന്ന രേഖ പാർട്ടി സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചിരുന്നു. ആ കാഴ്ചപ്പാട് പൊതുവെ LDFലും പിന്നീട് ചർച്ച ചെയ്യുകയും LDFും ആ കാഴ്ചപ്പാട് അംഗീകരിച്ച് അതിൻ്റെ ഭാഗമായി LDF ഗവൺമെൻറ് കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഈ 3 വർഷക്കാലം ഇവിടെ എല്ലാവർക്കും അറിയാം, ഒരുപാട്
പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന ഘട്ടമാണ്. പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മുടെ സംസ്ഥാനത്തെ ശത്രുതാ മനോഭാവത്തോടെ കണ്ട് കേരളം ഒരിഞ്ച് മുന്നോട്ട് പോകരുത് എന്ന ധാരണയോടെ കേരളത്തെ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സഹായിക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ശ്വാസം മുട്ടിക്കുകയായിരുന്നു. സാമ്പത്തികമായി അങ്ങേയറ്റം ഞെരുക്കുകയായിരുന്നു. ഒരു സംസ്ഥാനത്തിൻ്റെ വിഭവശേഷി, അതിൽ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന പണമാണ്, മറ്റൊരു ഭാഗം ഒരു സംസ്ഥാനമെന്ന നിലക്ക് നാം എടുക്കുന്ന വായ്പയിലൂടെ സമാഹരിക്കുന്ന പണമാണ്. ഈ രണ്ട് കാര്യത്തിലും കഴിയാവുന്നത്ര തടസ്സങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സൃഷ്ടിച്ചു. അതിൻ്റെ ഫലമായി നമുക്ക് ന്യായമായി അർഹതപ്പെട്ട കേന്ദ്രവിഹിതം നഷ്ടപ്പെടുന്ന നില വന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി ഒരു ന്യായവുമില്ലാത്ത രീതിയിൽ വെട്ടിക്കുറക്കുന്ന നില കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചു. എന്നാൽ ആ ഘട്ടത്തിലൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു സംസ്ഥാനമെന്ന നിലക്കുള്ള തനത് വരുമാനം വർഷം തോറും വർദ്ധിച്ചു വരികയായിരുന്നു. നല്ല തോതിലുള്ള വർധനവ് ആ കാര്യത്തിലുണ്ടായി. ഇപ്പോൾ 3 വർഷക്കാലത്തെ അനുഭവമാണ് പാർട്ടി സംസ്ഥാന സമ്മേളനം വിലയിരുത്തിയത്. അതിനകത്ത് നവകേരള സൃഷ്ടിക്കായുള്ള യാത്ര ശരിയായ പാതയിൽ തന്നെയാണ് എന്നതാണ് പൊതുവിൽ സമ്മേളനം വിലയിരുത്തിയത്. നമ്മുടെ നാടിൻ്റെയും അനുഭവം അത് തന്നെയാണ്. എന്നാൽ നവകേരള സൃഷ്ടിക്കായുള്ള പുതുവഴികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട് എന്ന് ഇതിൻ്റെ ഭാഗമായി തന്നെ കണ്ടു. ആ പുതുവഴികൾ എങ്ങനെയാണ്? നവകേരള സൃഷ്ടിക്ക് ആവശ്യമായ സഹായം സാധാരണ നിലക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. പക്ഷേ അത്തരം സഹായങ്ങൾ നമ്മുടെ മുൻ അനുഭവം വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏറ്റവും ന്യായമായ കാര്യങ്ങൾക്കടക്കം സംസ്ഥാനത്തിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ വേണ്ട സഹായം വേണ്ട രീതിയിൽ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ അനുഭവം. നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ കാര്യം, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. നമ്മോടൊപ്പം ദുരന്തം നേരിട്ട മറ്റൊട്ടേറെ സംസ്ഥാനങ്ങളുണ്ട്. എല്ലാ സംസ്ഥാനങ്ങൾക്കും മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സഹായം ലഭിച്ചു. നമുക്ക് മാത്രം സഹായമില്ല. നാം നേരിട്ട ദുരന്തം ഒരു ദുരന്തമായി പരിഗണിക്കാൻ പറ്റാത്ത ഒന്നാണോ? അതല്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ സഹായം മാത്രമില്ല, ആവശ്യമായ റിപ്പോർട്ടിനാണ് കാത്തു നിൽക്കുന്നത് എന്ന് നേരത്തെ പറയുകയുണ്ടായി. എന്നാൽ ഒരു റിപ്പോർട്ടുമില്ലാതെ തന്നെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സഹായം നൽകുന്നത് നാം കണ്ടു. ഇവിടെയാണ് വിവേചനം കാണാൻ പറ്റുക. ഒരു നാടിനോട് എത്രമാത്രം ക്രൂരമായ വിവേചനം കാണിക്കുന്നു എന്നതാണ് അതിലൂടെ വ്യക്തമായത്. അതിനു മാത്രം എന്ത് പാതകമാണ് നാം ചെയ്തത്? ഇവിടെ ഇന്ത്യ രാജ്യത്തിൻ്റെ
ഭാഗമാണല്ലോ നമ്മുടെ സംസ്ഥാനം. ഇന്ത്യ രാജ്യത്തിന് അപമാനം വരുത്തി വെക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇവരെ ഒരു സഹായവും നൽകി സഹായിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്ത്യ ഗവൺമെൻറ് എടുത്തതാണോ? നമ്മുടെ നാട് ഇന്ത്യ എന്ന രാജ്യത്തിന് ഒട്ടേറെ അഭിമാനകരമായ നേട്ടങ്ങൾ നേടിക്കൊടുത്ത നാടാണ്. അത് ഇന്ത്യ ഗവൺമെൻറ്റിന് സമ്മതിക്കുന്നതാണ്. നമ്മുടെ രാജ്യത്തിലെ സംസ്ഥാനങ്ങളെടുത്താൽ ആ സംസ്ഥാനങ്ങളിൽ പല കാര്യങ്ങളിലും നമ്പർ 1 എന്ന നിലയാണ് കേരളത്തിനുള്ളത് എന്ന് അവരുടെ കേന്ദ്രത്തിൻ്റെ വിവിധ വിലയിരുത്തൽ സംവിധാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നീതി ആയോഗിൻ്റെ പലതരത്തിലുള്ള വിലയിരുത്തലുകൾ. എന്നിട്ടും ക്രൂരമായ അവഗണന. എന്തുകൊണ്ട്? അതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു കേരള വിരുദ്ധ സമീപനം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുണ്ടാകുന്നു. അത്തരമൊരു മനോഭാവം സാധാരണ ഗവൺമെൻറ്റിനുണ്ടാകേണ്ടതല്ല. ആ മനോഭാവം വരുന്നത് കേന്ദ്രത്തെ ഇന്ന് ഭരണ നേതൃത്വം വഹിക്കുന്ന BJPയുടെ മനോഭാവത്തിൽ നിന്നാണ്. BJPയുടെ ആ മനോഭാവത്തിന് അടിസ്ഥാനമായി മാറുന്നത് കേരളം എന്ന സംസ്ഥാനം BJPക്ക് അന്യമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. BJPയെ കേരളം വേണ്ട രീതിയിൽ സ്വീകരിക്കുന്നില്ല. അത് സ്വാഭാവികമായി ഒരു പാർട്ടി എന്ന നിലക്ക് അവർക്ക് നിരാശയുണ്ടാക്കിയിട്ടുണ്ടാകാം. അതിന് കേരളത്തെയും കേരളത്തിലെ ജനങ്ങളെയും ശത്രുക്കളായി കണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാൻ പാടുണ്ടോ? നിർഭാഗ്യവശാൽ ആ നിലപാടാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തെ ഈ രീതിയിൽ അവഗണിക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട നമ്മുടെ നാടിൻ്റെ ഭാഗമായ മറ്റൊട്ടേറെ സംവിധാനങ്ങൾ ആ കടമ ശരിയായി നിർവഹിച്ചിട്ടുണ്ടോ? നിർവഹിക്കണ്ടേ? നമ്മളൊരു നാടല്ലേ? ഈ നാടിന് മുന്നോട്ട് പോകണ്ടേ? പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് കരകയറണ്ടേ? അതിനാവശ്യമായ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകണ്ടേ? കേന്ദ്ര ഗവൺമെൻറ് അതിന് ബാധ്യതയില്ലേ? നിങ്ങൾക്ക് ആ ബാധ്യതയുണ്ട് എന്ന് പറയാൻ കേരളത്തിൻ്റെ ഭാഗമായുള്ള വിവിധ സംവിധാനങ്ങൾ തയ്യാറാകണ്ടേ? തയ്യാറായോ? നാം അനുഭവമുള്ളവരാണല്ലോ. കേരളത്തിലെ നമ്മുടെ നാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്ത് അണിനിരന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് അത്തരം പ്രശ്നങ്ങളോട് സമീപനം സ്വീകരിച്ചത്? ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രശ്നത്തിൽ കേരളത്തിലെ UDF MP-മാരെല്ലാവരും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിനെ കാണുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് സമീപനത്തിൽ പ്രതിഷേധിക്കുന്നതിനും തയ്യാറായി എന്ന ഭാഗം കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അതൊരു ആരോഗ്യകരമായ മാറ്റം തന്നെയായിരുന്നു. പക്ഷേ UDF അതൊഴിച്ചുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും സ്വീകരിച്ച സമീപനം എന്താണ്? എല്ലാ ഘട്ടത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിനെ ന്യായീകരിക്കുന്ന സമീപനമായിരുന്നില്ലേ? കേരളത്തെ എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്നല്ലേ നോക്കിയിരുന്നത്? ഒരുപാട് ദുരന്തങ്ങൾ നമുക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നല്ലോ. അതിനൊന്നിനും ആവശ്യമായ തോതിൽ സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, ഒരു സഹായവും ലഭിക്കാത്ത ഒരു സംസ്ഥാനമല്ലേ നമ്മുടേത്. ആ ഘട്ടത്തിലൊന്നും അതിനെതിരെ ശബ്ദിക്കാൻ തയ്യാറാകാത്ത കാഴ്ച നാം കണ്ടതാണല്ലോ. നമ്മുടെ നാട്ടിലെ പൊതുവികാരം ഉയർത്തിക്കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങളിലേറിയ കൂറും
സ്വീകരിക്കുന്ന നിലപാടെന്താണ് നാം കാണുന്നില്ലേ? ഇന്നത്തെ ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അനുകൂലിക്കാൻ വല്ലാതെ വ്യഗ്രത കാണിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇവിടെ നമ്മുടെ നാടിൻ്റെ താല്പര്യം പൂർണ്ണമായി ഹനിക്കുന്ന അവസ്ഥ വരുമ്പോഴും നാടിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന തെറ്റായ സമീപനത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാനോ അതിനെ തുറന്നു കാണിക്കാനോ സാധിക്കുന്നില്ല. കേന്ദ്രം ഭരിക്കുന്നവർക്ക് രാഷ്ട്രീയ നിലപാട് കാരണം കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും വിരോധമുണ്ടായിട്ടുണ്ടാകാം. എന്തിനാണ് ആ വിരോധം ഇവിടുത്തെ മാധ്യമങ്ങളിലേക്ക് പകരുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് അത്തരമൊരു വിരോധമുണ്ടാകേണ്ട കാര്യമുണ്ടോ? നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം മാധ്യമങ്ങളും ഈ ഒരു നിലപാടല്ലേ സ്വീകരിക്കുന്നത്. ഇത് ദുരന്തമുഖത്തുള്ള കഥ. മറ്റു കാര്യങ്ങളിലോ നാടിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നതിൽ അതിലും ഇതേ നിലപാടാണല്ലോ സ്വീകരിക്കുന്നത്. ഈ വിഷമവൃത്തത്തിനകത്താണ് നമ്മുടെ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള നടപടികൾ LDF ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. ആ നടപടികൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ LDF സർക്കാരിന് കഴിഞ്ഞു എന്നത് തന്നെയാണ് പൊതുവെ ഉണ്ടായിട്ടുള്ള വിലയിരുത്തൽ. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകണം. എങ്ങനെ? അതാണ് അതീവ ഗൗരവമായി ചർച്ച ചെയ്തത്. ഇവിടെ നാടിൻ്റെ വിഭവശേഷി ചോർത്താനുള്ള വല്ലാത്ത ശ്രമമാണ്, അതിനെ വലിയ തോതിൽ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് ഒരു തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് സഹായമില്ലെങ്കിൽ നമ്മുടെ നാട് മുന്നോട്ട് പോകേണ്ടതില്ല എന്ന സമീപനം നമുക്കെടുക്കാൻ പറ്റുമോ? നാടാകെ തകർന്നു പോകുമെന്ന് കണക്കാക്കിയ ഘട്ടം, ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയം നാം നേരിട്ട ഘട്ടം, അതിനെ തുടർന്ന് അതിരൂക്ഷമായ കാലവർഷക്കെടുതി ഉണ്ടായ ഘട്ടം, തുടർന്ന് കോവിഡ് മഹാമാരി നേരിടേണ്ടി വന്ന ഘട്ടം, ആ ഘട്ടങ്ങളിലൊക്കെ നാം തകരട്ടെ എന്ന മനോഭാവത്തോടെയായിരുന്നല്ലോ കേന്ദ്ര ഗവൺമെൻറ് നമ്മെ സമീപിച്ചത്. നാം അതിന് അന്ന് കൊടുത്ത മറുപടിയുണ്ട്. ഈ ദുരന്ത ഘട്ടത്തിൽ കരഞ്ഞിരിക്കാനല്ല, ഇതിനെ അതിജീവിക്കണം, നാടിനെ പുനർനിർമ്മിക്കണം, ആ പുനർനിർമ്മാണത്തിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും. അത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് കഴിഞ്ഞത്? കേരളത്തിൻ്റെ പ്രത്യേകത അതാണ് കാരണം. നമ്മുടെ നാടിന് അസാമാന്യമായ ശേഷിയുണ്ട്. ആ ശേഷി ജനങ്ങളുടെ കരുത്താണ്, ജനങ്ങളുടെ ഒരുമയിലൂടെ വരുന്ന കരുത്ത്. ആ ഒരുമയിലൂടെ വരുന്ന കരുത്തിലൂടെയാണ് നാം ആ ഘട്ടങ്ങളെല്ലാം തരണം ചെയ്തത്. വെറും തരണം ചെയ്യലല്ല, വിജയകരമായ രീതിയിൽ കേരളം മുന്നോട്ട് പോയി എന്നുള്ളതാണ് ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ വിശദമായി കാണാൻ നമുക്ക് സാധിക്കുക. ഇന്നെത്തി നിൽക്കുന്ന നിലയുണ്ട്. ഇവിടുന്ന് ഇനിയും മുന്നോട്ട് പോകണം. അതിന് വിഭവ സമാഹരണം വേണം. അപ്പോഴേക്കതാ നമ്മുടെ നാട്ടിൽ എന്തോ ചെയ്യാൻ പാടില്ലാത്ത കാര്യം CPIയും ചെയ്യാൻ പോവുകയാണ് എന്ന മട്ടിൽ ചില പ്രചരണങ്ങൾ. എന്താണ് പറഞ്ഞത്? എന്താണ് കാഴ്ചപ്പാട്? നാടിൻ്റെ താല്പര്യത്തിന് അനുസൃതമായ, നാടിൻ്റെ താല്പര്യത്തിന് വിഘാതം വരാത്ത ഏത് തരത്തിലുള്ള മൂലധനവും സ്വീകരിക്കുമെന്ന് തന്നെയാണ്, നിക്ഷേപവും സ്വീകരിക്കുമെന്ന് തന്നെയാണ്. ഇത് ഈ ഘട്ടത്തിൽ മാത്രം സ്വീകരിക്കുന്നവരെയല്ല, നമ്മുടെ നാടിൻ്റെ താല്പര്യം ബലി കൊടുക്കാൻ തയ്യാറാവില്ല.
താല്പര്യം സംരക്ഷിക്കുന്ന നിലപാടേ എടുക്കൂ. നമ്മുടെ താല്പര്യത്തിന് ഹാനികരമായ വ്യവസ്ഥകളോടുകൂടിയ ഒരു നിക്ഷേപവും സ്വീകരിക്കില്ല. അപ്പോൾ അത്തരം നിക്ഷേപങ്ങൾ എല്ലാ തരത്തിലും കേരളത്തിലേക്ക് വരണം എന്നതാണ് ഈ സമ്മേളനം അടിവരയിട്ട് പറയുന്നത്. നേരത്തെ എല്ലാം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം ഇന്നുണ്ട്. നേരത്തെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിനത്ര കണ്ട് അനുസൃതമായ ഭൗതിക സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നില്ല. ഇന്ന് കേരളം വലിയ തോതിൽ മാറിയെന്ന് രാജ്യം തന്നെ അംഗീകരിക്കുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും നമ്മെ കേരളത്തെ തള്ളിപ്പറയാൻ പലപ്പോഴും മുന്നിട്ട് നിൽക്കുന്ന പല മാധ്യമങ്ങളടക്കം കേരളത്തിൻ്റെ പുതുവളർച്ച അംഗീകരിക്കാൻ തയ്യാറാകുന്നു. അതാണ് നിക്ഷേപ സംഗമത്തിൽ നാം കണ്ടത്. ആ നിക്ഷേപ സംഗമം എന്തുകൊണ്ടാണ് ആ രീതിയിൽ വിജയിച്ചു വന്നത്? കേരളത്തിൽ പുതിയ സാഹചര്യം വന്നിരിക്കുന്നു. കേരളത്തിൽ നിക്ഷേപങ്ങൾ നല്ല രീതിയിൽ വരാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ നിക്ഷേപ സൗഹൃദം എന്ന നിലയിൽ രാജ്യത്തിൻ്റെ നമ്പർ 1 സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. അതെല്ലാവരും അംഗീകരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വിവിധ കമ്പനികളെത്തുന്നു, വിവിധ നിക്ഷേപകരെത്തുന്നു. അവർ 1.5 ലക്ഷം കോടിയിലധികം ആദ്യഘട്ടത്തിൽ തന്നെ നിക്ഷേപ വാഗ്ദാനം, ഇപ്പോഴത് 1.25 ലക്ഷം കോടി എന്നതിലേക്ക് കടക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഒരു മാറ്റമാണിത് കാണിക്കുന്നത്. ഈ മാറ്റം ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞാൽ വലിയ തോതിൽ നിക്ഷേപം സമാഹരിക്കാൻ നമുക്ക് സാധിക്കും. ആ നിക്ഷേപം എന്ന് പറയുന്നത് വിവിധ മേഖലകളിലാണ് വരിക. ആ ഓരോ മേഖലയും നാടിൻ്റെ വികസനത്തിന് വലിയ സംഭാവന ചെയ്യും. നമ്മുടെ നാട്ടിൽ ഈ രീതിയിലുള്ള വൻ നിക്ഷേപങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഭാഗമായി വരുന്ന തൊഴിൽ സാധ്യതകളുണ്ട്. ആ തൊഴിൽ സാധ്യതകളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലെ യുവാക്കളിൽ, വിദ്യാർത്ഥികളിൽ അതിനനുസരിച്ച നൈപുണ്യശേഷി വർദ്ധിപ്പിക്കും. ഇവിടെ ഇതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ തോതിലുള്ള നൈപുണ്യശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. വ്യത്യസ്ത നൈപുണ്യമായിരിക്കും ആവശ്യമായി വരിക. ഒരേ നൈപുണ്യമല്ല. ഏതാണോ നൈപുണ്യം ആവശ്യമുള്ളത് ആ ആവശ്യമുള്ള നൈപുണ്യം നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കും. പഠിച്ച് തൊഴിലിന് വേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങളല്ല, പഠിച്ചു തീരുമ്പോൾ തന്നെ ഈ നൈപുണ്യ വികസനം പൂർത്തിയാക്കി തൊഴിലിലേക്ക് കയറുന്ന യുവാക്കളുണ്ടാവുക. അങ്ങനെയൊരു നാടായി കേരളത്തെ മാറ്റുക എന്നതാണ് LDF കാണുന്നത്. അതിൻ്റെ ഭാഗമായുള്ള ചർച്ചകളാണ് നവകേരള സൃഷ്ടിക്കുള്ള പുതുവഴികൾ എന്ന രേഖ ചർച്ച ചെയ്തുകൊണ്ട് സമ്മേളനം കാര്യമായി എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നാം കാണണം. ഇതൊരു ഭാഗമേ ആകുന്നുള്ളൂ. ഇവിടെ നിക്ഷേപം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങളാകാം. വലിയ കമ്പനികൾ വരുന്നതാണ് ഒരു ഭാഗം. എന്നാൽ നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമ്മുടെ നാട് നല്ല രീതിയിൽ പ്രവാസികളുള്ളൊരു നാടാണ്. പ്രവാസി സമൂഹം നമ്മുടെ നാടിൻ്റെ കഞ്ഞികുടി ശരിയായ രീതിയിൽ ഉറപ്പിക്കുന്നതിന് വലിയ സഹായം ചെയ്തൊരു വിഭാഗമാണ്. അത് നമുക്ക് മറക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ സഹോദരങ്ങൾ മണലാരണ്യങ്ങളിലടക്കം ജോലിയെടുത്ത് ഇങ്ങോട്ടയച്ച പണം അവരുടെ കുടുംബങ്ങളിൽ മാത്രമല്ല നാടിൻ്റെ സമ്പദ് വ്യവസ്ഥക്കാണ് പുരോഗതി ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായുള്ള വലിയ മാറ്റമുണ്ട്. ഇന്ന് മാറ്റം വലിയ തോതിലുണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന് നമ്മുടെ സമൂഹം നൽകിയ സംഭാവനയുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ
രംഗം നൽകിയ സംവിധാനമുണ്ട്. നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടിയ ചെറുപ്പക്കാരാണ് ഇന്ന് വിദേശങ്ങളിലേക്ക് പോകുന്നത്. ഏത് സാങ്കേതിക രംഗം പരിശോധിച്ചാലും, അത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളടക്കം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളിയെ കാണാൻ നമുക്ക് സാധിക്കും. എല്ലായിടങ്ങളിലും മലയാളിയുണ്ട്. ഇവിടുന്ന് വിദ്യാഭ്യാസം നേടിപ്പോയവരാണവർ. ആ രീതിയിലുള്ള യോഗ്യത നേടിയ ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കഴിയുകയാണ്. ഈ ജോലിയുടെ ഭാഗമായുള്ളത് മാത്രമല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നല്ലതുപോലെ ബിസിനസ് നടത്തി സമ്പാദ്യമുണ്ടാക്കിയ ഒട്ടേറെ ആളുകളുണ്ട്. ലോകത്തിലെ തന്നെ സമ്പന്നരുടെ പട്ടികയിൽപ്പെട്ട മലയാളികളുണ്ട്. ഇവരുടെയെല്ലാം സമ്പത്ത് നല്ല രീതിയിൽ സ്വന്തം നാട്ടിൽ നിക്ഷേപിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അതിന് പ്രോത്സാഹജനകമായ സമീപനം നാം സ്വീകരിക്കേണ്ടതുണ്ട്. ചിലർ ചെയ്യുന്നുണ്ട്, നേരത്തെ തന്നെ ചെയ്തവരുണ്ട്, ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കണം. വലിയ സമ്പന്നരുടെ കാര്യം മാത്രമല്ല, ഇത്തരം ആളുകളുടെ എല്ലാം കയ്യിൽ അവർ സമാഹരിച്ച വിഭവമുണ്ടാകും. ആ വിഭവശേഷി, അവരുടെ സമ്പത്ത് നല്ല രീതിയിൽ സംസ്ഥാനത്ത് എങ്ങനെ നിക്ഷേപിക്കാൻ പറ്റും, ആ കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ നാട് നല്ല ശക്തമായ സഹകരണ മേഖലയുള്ള നാടാണ്. ആ സഹകരണ മേഖലയുടെ സമ്പത്ത് നല്ല രീതിയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. സഹകരണ മേഖലയിൽ നിക്ഷേപവും നല്ലതുപോലെ വർദ്ധിക്കുന്നുണ്ട്. ആ നിക്ഷേപം എങ്ങനെ ഫലപ്രദമായി നാടിൻ്റെ പൊതുവികാസത്തിന് ഉപയോഗിക്കാൻ കഴിയും, ആ കാര്യവും പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് ബിസിനസ് കാര്യങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ ചില ബിസിനസ് കാര്യങ്ങളും ഉണ്ടാകും. പക്ഷേ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ മേഖലയുടെ ഫണ്ടടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇടപെടാൻ കഴിയുന്ന നിലയുണ്ടാകും. ചിലപ്പോൾ കാർഷിക രംഗത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾ കാർഷിക രംഗത്തെ തന്നെ വലിയ തോതിൽ മാറ്റിമറിച്ചു എന്ന് വരും. ഇങ്ങനെയുള്ള നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ആ ഫണ്ട് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് കാണുന്നത്. നമ്മുടെ നാട് വലിയ സമ്പന്നമായ നാടല്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ആളുകളിൽ അവർ സ്വരൂപിച്ചു വെച്ച സമ്പത്തുണ്ട്. പലതരത്തിലാകാം. ചിലപ്പോൾ സ്വർണമായിട്ട് കിടക്കുന്നതാകാം, ചിലപ്പോൾ ചില നിക്ഷേപം എന്ന തരത്തിൽ കിടക്കുന്നതാകാം. അതിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞാൽ കൃത്യമായ ധാരണ അവർക്കും വേണം ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. അങ്ങനെയുള്ള പദ്ധതികൾ നാട്ടിൽ രൂപം കൊടുക്കാൻ കഴിഞ്ഞാൽ ആ വെറുതെ കിടക്കുന്ന പണം അവർക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിക്ഷേപിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇത് വ്യക്തികളിലുണ്ട്, കുടുംബങ്ങളിലുണ്ട്, ചില പൊതു സംവിധാനങ്ങളിലുണ്ട്, ഒരുപാട് പൊതുസ്ഥാപനങ്ങളുടെ കയ്യിലുണ്ട്. അത്തരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന വലിയ തോതിലുള്ള വിഭവശേഷി നാടിൻ്റെ വികാസത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഇതും നമ്മൾ ആലോചിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ആലോചനയിലേക്ക് CPIM കടക്കുന്നത്? നമ്മുടെ നാട് മുന്നോട്ട് പോകണം. നമ്മുടെ നാട് നേരത്തെ പറഞ്ഞ രീതിയിൽ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളിലെ ജീവിത നിലവാര തോതിലേക്ക് കേരളത്തിൻ്റെ ജീവിത നിലവാര തോത് ഉയരുക, ഇതാണ് നാം അംഗീകരിച്ച കാഴ്ചപ്പാട്. അതിന് ഈ തരത്തിലുള്ള നടപടികൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. കൂടുതൽ വികസന പദ്ധതികൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് വിഭവശേഷി ഒരു തടസ്സമായി നിൽക്കരുത്. ആ വിഭവശേഷി തടയാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുമ്പോൾ ഞങ്ങൾ കേരളീയർ
ഇതിനെ നേരിടും എന്ന വാശിയോടെ കേരളത്തിൻ്റെ ഭാഗമായുള്ള ഓരോരുത്തരും ഇതിലിടപെടാനും ഈ സമീപനം ശരിയായ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇതായിരിക്കും നാം നൽകുന്ന മറുപടി. സഹായിക്കാൻ തയ്യാറായില്ലെങ്കിൽ സഹായം തടയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തകർന്നു കൊടുക്കാൻ നമുക്ക് മനസ്സില്ല. അത് ഉറപ്പിച്ച് നമ്മുടെ പ്രവൃത്തിയിലൂടെ മറുപടിയായി കാണിക്കണം. നമുക്ക് ഇനിയും വളരണം, ഇനിയും മുന്നോട്ട് പോകണം. കേരളത്തിൻ്റെതായ ശരിയായ കരുത്ത് കാണിക്കാൻ തയ്യാറാവണം. ആ കരുത്തുള്ള ഒരു നാടും ജനതയുമാണ് നമ്മുടേത്. ആ ജനതയെ അതിനെ പ്രാപ്തരാക്കുക, ആ രീതിയിൽ അണിനിരത്തുക എന്നതാണ് ഈ സമ്മേളനം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.